ഞാൻ ബിസിനസ്സിൽ കടന്നു വന്നത് എന്നുവെച്ചാൽ 2017 മുതൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ 1991 ഗൾഫിലേക്ക് പോയി. അവിടെ 25 വർഷക്കാലം ഞാൻ പ്രവാസ ജീവിതം നയിച്ചു. 25 വർഷക്കാലം ഞാൻ ചെയ്തത് ഒരു കമ്പനിക്ക് വേണ്ടിയായിരുന്നു. രാത്രി 2 മണിക്ക് പോയി ഉച്ചക്ക് 2 മണിക്ക് തിരിച്ചു വരുന്ന ഒരു ജോലിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ ജോലി ഗൾഫിൽ ഞാൻ 25 വർഷം ശേഷം ഞാൻ ഒരു കമ്പനിയിലായിരുന്നു. നല്ല ഇവിടുത്തെ നാട്ടിലെ 1 ലക്ഷം രൂപ ശമ്പളവും കാര്യമൊക്കെയുള്ള ഒരു കമ്പനിയായി ജോലി ചെയ്തിരുന്നത്. അങ്ങനെ കൊറോണ സമയത്ത് ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് ഏറ്റെടുക്കുകയും ബിസിനസ് തുടങ്ങുകയും ചെയ്തു. അപ്പോ ആ കൊറോണ സമയത്ത് പല ആൾക്കാർക്കും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായ സമയമാണ്. അതിലൊന്ന് ഞാനും പെട്ടു എന്നതാണ്. എനിക്ക് നല്ലൊരു നഷ്ടം, ലക്ഷങ്ങളുടെ നഷ്ടം തന്നെ പറയാം. അങ്ങനെ നാട്ടിൽ വന്നപ്പോ അവിടെ ഗൾഫിൽ കുടുങ്ങി. അപ്പം ഒരു വഴിയുമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാനാണ് എൻ്റെ വൈഫ് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരണം, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ. കാരണം അവിടെ നിന്നിട്ടൊരു കാര്യം, കാരണം ആരോഗ്യമുണ്ടെങ്കിൽ തടിയുണ്ടെങ്കിൽ പുല്ലും പറിച്ചു തിന്നാം ഒരു ഡയലോഗ് അന്നേരം അടിച്ചു. ആ സമയത്ത് ഈ ലക്ഷങ്ങൾ പോയ സമയത്തും എനിക്ക് താങ്ങാൻ നിന്നത് എൻ്റെ വൈഫാണ്, ഭാര്യയാണ്. മറ്റാരും ആ സമയത്തിന് കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കേണ്ട, നാട്ടിലേക്ക് വരണം, പരിഹാരം ഇവിടെ ഉണ്ട് എന്നാണ് ഈ ബിസിനസ് കണ്ടിട്ട് പറഞ്ഞതല്ല. ആ സമയത്ത് ഞാൻ ആശ്വസിപ്പിച്ചു. അങ്ങനെ നാട്ടിൽ വന്ന് ആ സമയത്താണ് എൻ്റെ മകന് ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജ് ചേർക്കണം. എൻ്റെ കയ്യിൽ 5 പൈസയില്ല. അപ്പോൾ എൻ്റെ അപ്ലൈൻ ലീഡറായ ബഷീർ തിരുവള്ളൂർ എൻ്റെ അനുജനും കൂടിയാണ്. ഇപ്പം എൻ്റെ അനുജൻ്റെ മകനാണ്. അങ്ങനെ കോളേജിൽ ചേർക്കാൻ വേണ്ടി പോയ സമയത്താണ്, കോളേജിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് പേപ്പർ കൊണ്ടുപോയി ചേർത്തു. ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള കുറച്ച് പൈസയും കൊടുത്തു. അപ്പം ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളെ മകന് പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും, എൻ്റെ കൂടെ നിന്നാൽ മതി. അവനായിക്കോട്ടെ, കുഴപ്പമില്ലെന്നു. അങ്ങനെ 1500 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് മകന് കൊടുത്തു. അത് ബഷീറിന്റെ ഹെൽപ്പോടും കൂടിയാണ് ചെയ്തിരുന്നത്. അങ്ങനെ മകൻ 2-3 ദിവസം ഇതിന്റെ ഒരു ക്ലാസ്സിനൊക്കെ പോന്ന് കണ്ടു. അങ്ങനെ ഞാൻ സാധനം പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുവച്ചു. ഞാൻ പറഞ്ഞു സെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, കാരണം കൊണ്ടുവച്ചിരിക്കുകയല്ലേ. അവൻ ഒരു ദിവസം അതും കൊണ്ട് കറങ്ങി. അവനൊരു ചാമ്പിത്തായാലും മുതലിന് കൊടുത്ത് തിരിച്ചു വന്നു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഉപ്പ ഇത് എനക്ക് നടക്കില്ല. അങ്ങനെ അവൻ ഇട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് കടങ്ങൾ ഏറ്റുകൊണ്ടാണ് തിരിച്ചുകൂടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് ഇവിടെ എന്തൊരു പരിഹാരമുണ്ട്. കാരണം വേറെ ബിസിനസ് ചെയ്യണമെങ്കിൽ 10-50 ലക്ഷം ഉറുപ്പ്യ വേണം. അതിൻ്റെ സംവിധാനമില്ല, ഒരു വഴിയില്ല. സമയം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് കൂടെ? അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചു എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡിയാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പൊ വൈഫിന്റെ കയ്യിലുണ്ടായിരുന്ന കൈൻ്റെ മുകളിൽ രണ്ട് വള ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വള ആ സമയത്തിന് നമ്മളെ ബഷീറിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ബഷീർ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോവാ, ലത്തീഫ കൊടുക്ക്, നോക്കാം. അങ്ങനെ 51,400 രൂപക്ക് ആ സ്വർണം വിൽക്കുകയും അങ്ങനെ 1,400 രൂപ എൻ്റെ കൈ തിരിച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം 5 പൈസയില്ലല്ലോ. അപ്പൊ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇതിനെ പറ്റൊന്ന് ഞാൻ ഒന്നും പഠിച്ചു. ഞാൻ ബിസിനസ് പ്ലാൻ കണ്ടിട്ടില്ല. എന്നോരാരും ഇതിൽ ചേരാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ല. എൻ്റെ വൈഫിന്റെ നിർബന്ധപ്രകാരം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ കറങ്ങാൻ തുടങ്ങി. പല ബൈക്കും കുറെ എനിക്ക് വിൽക്കാൻ കഴിഞ്ഞു. കാരണം നമ്മൾ കൊണ്ട് ചെന്നാൽ ആരും അങ്ങനെ മടക്കില്ല എന്ന വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ സെയിൽ ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്താണ് ഒരു ക്യാമ്പ് വന്നു വയനാട്ടിൽ, RTP. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ ചെന്നപ്പോൾ
എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം പിന്നെ എല്ലാവരും മുഖം നല്ല സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് മാത്രമേ ടെൻഷൻ, ഞാൻ 2-3 ആൾക്കാർ മാത്രമേ ടെൻഷനിൽ. കാരണം ഞങ്ങളിതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവിടെ 2 ദിവസം ചെലവഴിച്ചപ്പോൾ എനിക്ക് വളരെ മോട്ടിവേഷനും നമ്മളെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രയാസം കടങ്ങളെല്ലാം മാറിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ തിരിച്ചു വന്നു. വീണ്ടും 1 ലക്ഷം രൂപയുടെ സാധനം എടുത്തു. അങ്ങനെ ശക്തമായി ഞാൻ ചെയ്തു. ആ സമയത്താണ് അപ്പൊ എൻ്റെ മകനെ വീണ്ടും ഞാൻ പ്രേരിപ്പിച്ചു. പിന്നെ ആ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ ഇത് വയസ്സന്മാർക്കുള്ള ബിസിനസ് ആയിട്ട് നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അവനതിൽ ആ ട്രെയിനിങ്ങിന് വയനാട് പോയപ്പോ 50,000 രൂപയുടെ സാധനം എടുത്ത്. അപ്പം പിന്നെ ആ സമയത്ത് ഒരു ടൂറിന്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, സാധനം ഞാൻ വിറ്റോളാം, നീ 50,000 രൂപ ടൂറിനായി നീ പോയിക്കോന്നു. അതും ഞാനില്ല, വയസ്സന്മാരോട് ടൂർ പോകാനാന്ന് ചോദിച്ചു. അവനെ വിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വീണ്ടും ട്രെയിനിങ്ങിന് പിന്നെ ഇവിടെ വയനാട്ടിലൊരു ട്രെയിനിങ് പങ്കെടുപ്പിച്ചു. ഞാൻ കാറും കൊടുത്തു, പൈസയും കൊടുത്തു. കാറ് കൊടുക്കാൻ കാരണം സൈക്കിൾ മേല പോയെങ്കിൽ അവൻ എന്താക്കും, പെട്ടെന്ന് തിരിച്ചു പോരും, ഒരു ദിവസം പോലും അവിടെ നിൽക്കില്ല. അപ്പം കാറും ഞാൻ കൊടുത്തു. 2-3 ആൾക്കാരെ കയറ്റി കൊടുത്തു. കാരണം അവര് പോന്നാൽ ഇവനിക്ക് പോരാൻ പറ്റുള്ളൂ. 2 ദിവസം അവരെ അവിടെ പിടിച്ചു കെട്ടി. അങ്ങനെ വന്ന് 2 ദിവസം നല്ല ഉഷാറായിരുന്നു. 3-ാമത്തെ ദിവസം ഉപ്പ എന്നോട് പറഞ്ഞു, ഞാനില്ല ഉപ്പാന്ന്. എന്റെ കമ്പനിക്കാരെ വിട്ടുള്ള ഒരു ഞാൻ പറയും, കുറച്ച് കമ്പനിക്കാരൊക്കെ മാറ്റി നിർത്തണം. നല്ലതായ ജീവിതം നയിക്കണമെങ്കിൽ കുറെയൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. നല്ലത് പിടിക്കുക, നടക്ക് മോശം ഒരു സൈഡാക്കി മാറ്റി നിർത്താൻ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി. അന്നേരം അവൻ പറഞ്ഞു, കമ്പനിക്കാരെ വിട്ടുള്ള ബിസിനസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. അപ്പൊ ഞാൻ വീണ്ടും ശക്തമായി 1 ലക്ഷം രൂപയുടെ സാധനം വീണ്ടും എടുത്തു. ആ സമയത്താണ് കാരണം എനിക്ക് ഈ പ്രൊഡക്റ്റ് ആരും കൊടുക്കണമല്ലോ. ഞാനിത് പ്രൊഡക്റ്റും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഒരു ചാമ്പി തൈലം മാത്രമേ ഞാൻ പെട്ടെന്ന് പഠിച്ചു. കാരണം അത് വേഗം പറയാൻ കഴിയുമല്ലോ. അപ്പം ചാമ്പി തൈലൊക്കെ പേസ്റ്റ് എനിക്ക് നല്ലോണം അറിയാം. ആ സമയത്ത് എന്താക്കി, എൻ്റെ വൈഫിന് ശ്വാസം മുട്ട് എന്ന് വെച്ചാല് ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം ബന്ധായി പോകുന്നൊരു അസുഖമായിരുന്നു. അപ്പം ഞാൻ ഗൾഫിൽ പോകുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നു. രാത്രി യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചുമ സൗണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഗൾഫ് പോക്ക് വരെ നിർത്തിയിട്ടുണ്ട്. അത്രക്കും ഭയാനകരമായ സന്ദർഭത്തിലായിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലിട്ട്. അങ്ങനെ വൈഫിന് ആശ്വാസവും അതുപോലെ തന്നെ 95-ഉം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തു. 3 മാസം കണ്ടിന്യൂ ആയി കൊടുത്തപ്പോൾ ഇന്ന് ആ അസുഖം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള. അത് കൊടുക്കലും കൂടി എൻ്റെ വൈഫിന് ഭയങ്കര കോൺഫിഡൻറ്റ് വന്നു. കാരണം പറയാനും കഴിക്കാനും എല്ലാത്തിനും ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റ് ഇംഗ്ലീഷിൽ നിന്ന സാധനം കഴിക്കില്ല, നിർബന്ധിച്ചാലും കഴിക്കില്ല. അത് മാത്രമല്ല, എനിക്ക് തന്നെ ഒരു പനിയോ മറ്റോ വന്നാൽ ഡോക്ടർ കാണിക്കാൻ സമ്മതിക്കൂല. 3 ദിവസം കഴിഞ്ഞ ശേഷം മാസം സമ്മതിക്കും. അതുകൊണ്ട് പറയുന്നത്, ഇവിടെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ബിലീഫില്ലേ, വിശ്വാസമല്ലേ? എനിക്ക് വിശ്വാസം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് 3 ദിവസം ഈ ഗുളിക കഴിച്ച ശേഷം മാത്രമേ ഡോക്ടർ കാണിക്കാൻ സമ്മതിക്കുന്നതാണ്. ഞാൻ പനിച്ചിട്ട് ഡ്രസ്സ് വരെ ഇട്ടിരുന്നാക്കി കഴിപ്പിച്ചിട്ടുണ്ട്, സമ്മതിച്ചില്ല. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ ബഷീർ അപ്പൻ്റെ വിളിച്ച് പറഞ്ഞ സംഭവമുണ്ട്, ഞാൻ ഭയങ്കര പനിച്ചിട്ടാണ്, വൈഫ് സമ്മതിക്കുന്നില്ല ഡോക്ടർ കാണിക്കാന്ന്. അവനെ വിളിച്ചു വരുത്തി മറ്റസം പറഞ്ഞു. കാരണം ഇത് 3 ദിവസം കിടക്കാനുള്ള ഇത് എനിക്കില്ല, കാരണം പെട്ടെന്ന് ഇറങ്ങണമെന്നല്ല ആഗ്രഹമല്ലേ. അങ്ങനെ ബഷീറിനെ കൂട്ടി തിരുവള്ളൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച്. അപ്പം ഡോക്ടർ പറഞ്ഞ് പനിയൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു കഫക്കെട്ടാണെന്നെല്ലാം പറഞ്ഞു. അപ്പം അന്ന് മരുന്നും കൂടി ഒന്നും മേടിച്ചില്ല. തിരിച്ച് നേരെ വീട്ടിൽ വന്നു, നമ്മളെ പ്രോഡക്റ്റ് കഴിച്ചു. അപ്പം വൈഫ് ചോദിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ശരി, നിങ്ങളോട് പറഞ്ഞില്ല 3 ദിവസം കഴിഞ്ഞിട്ടേ കാണിക്കാവുന്നുള്ളു, നിങ്ങൾക്ക് ഒന്നുകൂടി ബിലീഫില്ല, അതുകൊണ്ട് പിന്നെന്താക്കി നമ്മളെ കഴിക്കും. അതേ സിസ്റ്റം തന്നെ ഇപ്പോൾ എന്തുണ്ടെങ്കിലും 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വൈഫ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ അത് ഏറ്റെടുത്ത്. അതുപോലെ തന്നെ എൻ്റെ മകൾക്കും ആ സമയത്ത് ഞാൻ പറയാൻ കാരണം, നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു മഹത്വവും അതൊരു സന്ദർഭമാണ് ഞാൻ ഈ അവസരത്തിൽ ഞങ്ങളായിട്ട് പങ്കിടുന്നത്. കാരണം എൻ്റെ മകൾക്ക് ഇതുപോലെ തന്നെ ശ്വാസം ബുദ്ധി സ്കൂള് അതുപോലെ മദ്രസയിലൊക്കെ മാർക്ക് വളരെ കുറവാണ്. എങ്ങനെ പരീക്ഷ എഴുതി വന്നാലും 2 മാർക്ക് 3 മാർക്ക്. കാരണം 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, 7-ാം ക്ലാസ്സിലൊക്കെ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അവൾ കരയായി. അപ്പൊ ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് പോയിരുന്നാൽ എനിക്ക് മാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഞാനിത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കാണിച്ചു.
അപ്പം ഡോക്ടറോട് ഇങ്ങനെ വിഷയമുണ്ട്, അതുകൊണ്ട് ഇതിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ലെറ്റർ തരാം, നിങ്ങൾ മദ്രസയിലും അതുപോലത്തെ സ്കൂൾ മാഷന്മാർക്ക് കൊടുത്താൽ മതി. ഞാനത് കൊണ്ടുവന്നു സ്കൂൾ മാഷന്മാർക്കും അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദന്മാരും കൊടുത്തു. അങ്ങനെ സ്കൂളിൽ അവരെ ജയിപ്പിച്ചു, മദ്രസയിൽ അവർ പരാജയപ്പെടുത്തി. അങ്ങനെ 7ാം ക്ലാസ്സിൽ ആയി. അങ്ങനെ ഞാൻ കവചപ്രാവശ്യം അവർക്ക് എന്താക്കി കൊടുക്കാൻ തുടങ്ങി. 1 മാസം 2 മാസത്തോളം കവചപ്രാവശ്യം നല്ലോണം കഴിപ്പിച്ചു. അങ്ങനെയാണ് 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ വരുന്നത്. ആ പൊതുപരീക്ഷയിൽ 2nd ക്ലാസ്സോട് കൂടി പാസ്സായിരുന്നില്ല. അപ്പൊ അന്നേരം ഞങ്ങൾക്ക് വേറെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല, ഈ കവചപ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ ഭയങ്കര ഹാപ്പി. അതുപോലെ തന്നെ മൊത്തം എല്ലാവർക്കും. ഞാൻ പിന്നെ പ്രൊഡക്റ്റിന്റെ ഒരു കുറഞ്ഞ ഭാഗം പറയുന്നല്ലോ. 1 മാസം മുമ്പ് എനിക്ക് മൂത്ര സംബന്ധമായ ഭയങ്കര പ്രശ്നം വന്നു. അങ്ങനെ മൂത്രം വയ്ക്കാൻ പറ്റാത്ത പ്രയാസം വന്നപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടു. ഒരു കല്യാണം വരെ ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ രാവിലെ തന്നെ ഉടനെ കല്യാണം കഴിഞ്ഞ ഉടനെ പിറ്റേ രാവിലെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പറയുന്നില്ല, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിനോട് നിങ്ങൾ പ്രോസ്റ്റേറ്റ് കണ്ടി വളരെ തടിച്ചിട്ടുണ്ട്, നീർക്കെട്ടുണ്ട്, 90% ക്യാൻസറിനുള്ള സാധ്യത. അത് പറയുമ്പോഴത്തേക്ക് ഞാൻ ആകെ എന്താക്കി, പകുതി ഒരു കുട്ടിയോടും പറഞ്ഞില്ല. ആ ടെൻഷൻ ആയിട്ട് അങ്ങനെ വീട്ടിലും പറഞ്ഞില്ല. വീട്ടിലും പറഞ്ഞ പ്രശ്നം ഗുളിക എഴുതിയിട്ട്. അപ്പൊ ഞാൻ എന്താക്കി, ഒരാഴ്ചത്തെ ഗുളിക വെറുതെ മടിച്ചു വെച്ചാൽ. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ 95ന്റെ പകുതിയും അതുപോലെ യൂറിഫ്ലെക്സ് ക്യാപ്സൂളും ലിക്വിഡും ഞാൻ 1 മാസം കണ്ടിന്യൂ ആയി കഴിച്ചു. ആ സമയത്തല്ല എൻ്റെ മനസ്സിലുള്ളത്, പഠിച്ചത് ക്യാൻസർ ആയല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ, ഇതാരോടും പറയാൻ പറ്റില്ല. കാരണം ഇത് മനസ്സിലിട്ട് ഇങ്ങനെ ഒരു നടക്കുകയായിരുന്നു. അപ്പൊ അപ്ലൈയിലുള്ള സംഭവം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ PSA ടെസ്റ്റ് ചെയ്തു. PSA ടെസ്റ്റ് എന്ന് വെച്ചാൽ ക്യാൻസർ എന്നുള്ള ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ആ റിസൾട്ട് എറണാകുളത്തുള്ള യൂറോളജിസ്റ്റിന്റെ ഡോക്ടർക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞു, ഇതിലൊരു പ്രശ്നമില്ല, ഓപ്പറേഷൻ വളരെ നോർമൽ ആയിട്ടുള്ള വിഷയമില്ല എന്നാണ്. അത് ഞാൻ ആകെ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അങ്ങനെ പിറ്റേ ദിവസം 2ാം ഞാൻ ഈ റിസൾട്ട് കൊണ്ട് കോഴിക്കോട് ഈ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു. ആദ്യം എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ പെട്ടെന്ന് വേണം, 80,000 രൂപ വേണം, പിന്നെ 1 ലക്ഷം രൂപ എടുത്ത് മൊത്തം വരൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ, ഞാൻ 1 മാസം കഴിഞ്ഞ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന്. അപ്പൊ ഇതെല്ലാം കഴിച്ച് ഈ റിസൾട്ട് കൊണ്ട് ഈ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ആൾ എന്നോട് ചിരിച്ചോട് ചോദിക്കുക, അതൊക്കെ ഓപ്പറേഷൻ വേണോ, നിങ്ങൾ കാര്യം ഈ ഗുളികനെ കഴിച്ചാൽ മതി. മൂപ്പർ വിചാരിച്ച് ഞാൻ ഗുളിക കഴിച്ചാന്ന്. പിന്നെ ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അതാണ് 3ാമത്തെ റിസൾട്ടാ പറയുന്നത്. എനക്കൊരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഞാൻ എൻ്റെ കൂടെ കൂട്ടിയവർക്കൊരു ഒരു വരുമാനം ഉണ്ടാക്കുക. അതുപോലെ എന്നെ സംബന്ധിച്ച് നിനക്ക് വീടും അതുപോലെ തന്നെ വണ്ടിയും എല്ലാ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കടങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ എനിക്ക് വീട്ടാമെന്നുള്ള കാര്യം ആ സമയത്ത് ഉണ്ടെന്നാലും എനിക്ക് ഈ ഒരു ബിസിനസ്സിലും വിഷമം ഞാൻ കണ്ടു വെച്ചാൽ ഹാപ്പിയായി ചെയ്യാൻ പറ്റിയ, സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയ, അതുപോലെ ഫാമിലിയായി ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു GTSലോ അതങ്ങനെ നമ്മളെ ഇതിൽപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്നില്ല. ഞാൻ എല്ലാ GTSലും അതുപോലെ പരമാവധി അതുപോലെ തന്നെ മോർണിംഗ് മീറ്റൊക്കെ ഒരുപാട് പ്രാവശ്യം കയ്യിൽ നിന്ന് എന്തെങ്കിലും മരണമോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ മാറി നിൽക്കാറുള്ളൂ. കാരണം ഈ രാവിലത്തെ മോർണിംഗ് ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിക്ക് പെട്രോൾ അങ്ങനെ അടിക്കുന്ന അതിന്റെ ഒരു കോൺഫിഡൻസ് ഞാൻ കാണുന്നത്. കാരണം അത് ഉണ്ടായി കഴിയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഇത് വരും. ഞാൻ എപ്പോഴും രാവിലെ അങ്ങനെ ചെയ്യാറ്. അതുപോലെ GTS ഞാനിത് ശക്തമായി ഏറ്റെടുത്ത് പ്രൊഡക്റ്റുകൾ ഇപ്പൊ പല ഭാഗങ്ങളിലും, അതുപോലെ ഇപ്പം കണ്ണൂരായിട്ടും അതുപോലെ മലപ്പുറത്തായിട്ടും പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ടീമുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ശക്തമായിക്കൊണ്ട് ഇപ്പം ഈ പ്രൊഡക്റ്റ് ഏറ്റെടുത്ത് പല ഭാഗങ്ങളിലും ഇപ്പം രാവിലെ ഇറങ്ങിക്കൊണ്ട് അവർ രാത്രിയൊക്കെ തിരിച്ചു വരുന്ന രൂപത്തിലേക്ക് മാറി. ആദ്യം അതില്ലായിരുന്നു, അത് കുറച്ചൊക്കെ ഒരു പാർട്ട് ടൈമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്പൊ അതല്ല, ഇപ്പൊ ഞാൻ ഫുൾ ടൈമായി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് അത്രയ്ക്കും പ്രതീക്ഷയാണ്. കാരണം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഞാൻ, അല്ല കോടികൾ നഷ്ടപ്പെട്ട ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടുന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കോടികൾ നഷ്ടപ്പെട്ട ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്താവുമെന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം പുറത്തിറങ്ങും, അകത്ത് കിടക്കും, പുറത്തിറങ്ങും, അകത്തും കാരണം ആരും കാണാൻ കഴിയില്ല, ടെൻഷൻ ആയിരിക്കും. ആ സമയത്ത് ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ 10-50 ലക്ഷം ഉറുപ്പില്ല ഇന്ന് ഒരു ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നേരെ മറിച്ച് ഇത് വളരെ
നമുക്ക് ഞാൻ ചിന്തിച്ചതിന് ഒരു നഷ്ടവും ഇല്ലാതെ, ഒരു 5 പൈസ പോലും നഷ്ടമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്. കാരണം എനിക്ക് ഗൾഫിൽ നിന്നും ഒരു വർഷം ഒരു മാസം 1 ലക്ഷം വരെ ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് രാവിലെ പുലർച്ചക്ക് 2 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് പിറ്റേ ദിവസം ഉച്ചക്ക് 2 മണിക്കാണ് തിരിച്ചു വരുന്നത്. അതൊരു കമ്പനിയില്ല. അത് അറബി പറയും പോലെ ചെയ്യണം. മൂത്രം ഒഴിക്കാൻ പോലും അറബി സമ്മതിക്കാതെ നിന്ന ഫാനിലൊന്നും കൂടി മൂത്രം ഒഴിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അത്ര പോലും കഷ്ടപ്പെട്ട് ചെയ്ത ബിസിനസ് കിട്ടുന്ന ഒരു മാസം 1 ലക്ഷം രൂപയാണ്. നമുക്കതിൽ നഷ്ടപ്പെടുന്നത് ടെൻഷൻ. കാരണം നമുക്ക് ഫാമിലി ഇല്ല, ബന്ധങ്ങളില്ല, കൂട്ടങ്ങൾ ഒന്നും ഇല്ലാതെ ഒരു റൂമിൽ മൂട്ടേണ്ട കടിയും കൊണ്ട് ഗൾഫെ സംബന്ധിച്ച് മൂട്ട ഇഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ഗൾഫ്. ഇവിടെ മൂട്ടനെ കാണില്ല. അപ്പൊ അതിന്റെ കടിവരെ കൊണ്ട് സഹിച്ച് ജീവിച്ചതാണ് ഗൾഫിൽ. അതിന്റെ ഒരു 10% നമ്മളെ നാട്ടിൽ നമുക്ക് ഒരു വെഹിക്കിലേക്ക് 2,10,000 വരെ കിട്ടും എന്ന് നമുക്ക് വരച്ച് കാട്ടി തന്നതല്ല, നമുക്ക് നമ്മളെ മുമ്പിൽ ഫ്രഷായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ആഴ്ചക്ക് വീക്കിലി 2,10,000. അത് ഏറ്റവും അതിലും പിന്നെ 50,000 ലക്ഷം മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. 15,000 സാധനം എടുത്താൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. 1.5 കോടിയുടെ 50 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു നഷ്ടവും. കാരണം നമുക്ക് ആരോഗ്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബന്ധങ്ങൾ, മെയിനായിട്ട് ബന്ധങ്ങളാണ്. ഒരുപാട് ബന്ധം. കാരണം ഇപ്പൊ മുഹമ്മദ് ഉസ്താദ്, ധരാൻ ഉസ്താദ്, ഒരു പിന്നെ നൗഫദാർ കുറ്റ്യാടി, എന്റെ അപ്ലൈൻ ലീഡാണ് നൗഫദ് കുറ്റ്യാടി, അതുപോലെ ബഷീർ തിരുവൂട്. ഇങ്ങനത്തെ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക്, അത് ബെന്നി സാർ, സയ്യിദ് സാർ, ഒരുപാട് ബന്ധങ്ങൾ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് ഏത് ഭാഗങ്ങളിൽ ചെന്നാലും നമുക്ക് ബന്ധങ്ങളാണ്. നമ്മളിപ്പോ വയനാട് പോലെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ നമ്മൾ ആൾക്കാരുണ്ട്. അതുപോലെ മലപ്പുറം ചെന്നാലുണ്ട്. ഏത് ഭാഗങ്ങളിൽ ചെന്നാലും നമുക്ക് ബന്ധങ്ങളും സുഹൃത്തുക്കളും, അതുപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ വന്നാലും ഞങ്ങൾ റെഡിയാന്ന് പറയുന്ന നമ്മളെ കൂടെ കൂടിയ ആൾക്കാർ. കാരണം ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ, പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ നോക്കി പിടിച്ചുകൊണ്ട് ഞാൻ വന്നപാട് ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഏതെങ്കിലും ഗൾഫുകാരുണ്ടോ അന്ന് റിട്ടയർഡ് വിസ ക്യാൻസലാക്കി നാട്ടിൽ വന്നിട്ട് ഓനെ നോക്കി പിടിക്കാം. നമുക്ക് ഓനെ കൊണ്ട് 10-60 വയസ്സാകുമ്പോൾ ഗൾഫിൽ നിന്ന് റിട്ടയർ തിരിച്ചു വരിക. അപ്പൊ നാട്ടിൽ വരുമ്പോഴത്തേക്ക് സൂക്കേടം കൊണ്ട് ഷുഗർ, പ്രഷർ, എല്ലാവിധ രോഗങ്ങളുമായിട്ടാണ് ഇവിടെ തിരിച്ചു വരിക. ആ സമയത്ത് നമ്മൾ അവനൊന്ന് ഇതിൽ ഇറക്കാൻ വേണ്ടി ആദ്യം ഒരു അരിച്ച ഓനെ വൈഫിന് കൊടുക്കണം, എന്നിട്ട് മൂപ്പറെ ബോധിപ്പിക്കണം, എന്നിട്ട് മൂപ്പറെ ഇറങ്ങി വരണം. അങ്ങനെയൊക്കെ ഒരു 10-60 വയസ്സിലെ ആൾക്കാർ തേടി പിടിക്കുക. ഇപ്പൊ എന്റെ ഒക്കെ മനസ്സിൽ സുരേഷ് പൊന്നൽ സാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുടി നരച്ചവരെല്ലാം പണ്ട് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചാല് പ്രീമിയം ആൾക്കാരാ എന്ന് വെച്ചാൽ നല്ല യുവാക്കളെ പിടിച്ചതിലെ കൊണ്ടുവരുന്നല്ല, അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടി വരും. നമ്മളിപ്പം അതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രീമിയം ആൾക്കാരെ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രഗത്ഭ നല്ല ചെറുപ്പക്കാർ, അതുപോലെ തന്നെ വയസ്സുകൊണ്ട് വലുതാണ്, മനസ്സുകൊണ്ട് ചെറുപ്പം വിമർശനം കൊണ്ട് പറയുന്ന അല്ലേ, അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് നോക്കി പിടിച്ച് ബ്ലിസിനെ കൊണ്ടുവരാൻ പറ്റും. നമ്മള് ഞാനൊക്കെ വളരെ ആദ്യം ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് വരിക. ഇതിൽ കയറിയ ഉടനെ വെച്ചാൽ ഞാനൊക്കെ പരക്കെ പയലായിരുന്നു, എവിടുന്നെങ്കിലും ആളെ കിട്ടാന്നില്ല. ഇപ്പൊ അതല്ല. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടാണ് പോകുന്നത്. ഇന്ന ആൾക്കാർ ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് ആണല്ലോ. നമ്മളെ കമ്പനി, നമ്മളെ ലീഡേഴ്സ് നമ്മൾ പ്രത്യേകം ആദ്യം പറയുന്നത് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് ഇടണം എന്നല്ല. നമ്മൾ വെറുതെ ഇപ്പോൾ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. 100, 250, 300, 400 ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ നോക്കി ദിവസം രാവിലെ നോക്കി ഇതിൽ ഇന്ന് എത്ര ആളുണ്ട്, അപ്പൊ ഇതിൽ ഇപ്പൊ എത്ര ആൾ എടുക്കാൻ പറ്റും, അത് 10 ആൾ ലിസ്റ്റ് ഉണ്ടാക്കി അത് ബൊക്കിൽ വെച്ച് നടക്കും. ചെറിയ ഡയറി ബൊക്കിൽ നമ്മൾ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ ഡയറി നമ്മളെ ബൊക്കിൽ നിർബന്ധമായിട്ട് വെക്കണം. ആ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് ആൾ കിട്ടാൻ അതിൽ നമ്പർ ചെയ്ത് ആ ഡയറിയും കൊണ്ടായപ്പോൾ നടക്കുക. അങ്ങനെ പല ഭാഗങ്ങളിലും പോയി ഇങ്ങനെ ഇപ്പം തിരൂരായാലും മലപ്പുറത്തായാലും പല ഭാഗം ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുക. അന്നേരം ഇതിന്റെ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂടെ കൂട്ടിയവരെ നമ്മൾ കൂടെ പിറപ്പായി കാണുക എന്നുള്ള. ഇപ്പൊ മലപ്പുറത്തും അതുപോലെ തന്നെ ഇവിടെ കണ്ണൂര് പല ഭാഗങ്ങൾക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞാൻ ഈ സ്ഥാനത്തെത്തിയതും എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ, എനിക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാം സംസാരിക്കാൻ എന്നെ കൊണ്ട് ആദ്യം കഴിയാറില്ല. ചെറിയ കമ്മിറ്റികളിലും മറ്റൊക്കെ 2-3 വാക്ക് പറയാന്നല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ എടുത്ത് പറയാൻ, സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. അതുപോലെ തന്നെ നമ്മളെ അപ്ലൈ ലീഡർമാർ, നമുക്ക് നമ്മളെ രക്ഷിതാക്കൾ പറയില്ല അപ്പുറം നമ്മളെ കാണുമ്പോ ഒക്കെ നമ്മളെ ലീഡേഴ്സ്, അപ്ലൈ ലീഡേഴ്സുകളൊക്കെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. പിന്നെ എന്തൊരു പ്രോത്സാഹനം നമുക്ക് തരുന്നത് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? ഞാൻ ഒരുപാട് ഹോൾസെയിലായിട്ട്, റീറ്റെയിലായിട്ട്, നാട്ടിലായിട്ടും പല ഭാഗങ്ങളിൽ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഞാൻ
പിന്നെ പൈസ ഇട്ടുകൊണ്ടാണെങ്കിലും ഞാനതിൽ ഫുൾ ടൈം ഇല്ലെങ്കിലും ഞാനതിൽ അങ്ങനെ ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ഹോൾസെയിൽ ഷോപ്പ് ഒരു സാധനം എടുക്കുമ്പോൾ നമ്മളോട് പറയാറില്ല നിങ്ങൾ സാധനം പോകുന്നുണ്ടോ, ബാക്കിയുണ്ടോ, തിരിച്ച് വിളിക്കണമെന്നും. നമ്മൾ കോഴിക്കോട് പോയി സാധനം എടുക്കുകയാണ്, എന്താ ചെയ്യുക, സാധനം എടുത്ത് രജിസ്റ്റർ പൈസ അങ്ങോട്ട് മണിക്ക് വരുത്താം, പിന്നെ വ്യത്യാസം ആരും വെച്ചു കൊടുക്കാറുണ്ടോ, സാധനം തീർന്നിട്ടുണ്ടോന്നും ഇല്ല. നമ്മളതല്ല, നമ്മളെ ഡീലേഴ്സിനെ സംബന്ധിച്ചോളം നമുക്ക് സാധനം 10,000 50,000 ലക്ഷം രൂപ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സാധനം വിട്ടിട്ടുണ്ടോ, ആ വിറ്റ പൈസ നിങ്ങൾ വിത്ത് തിന്നരുത്, നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെക്കണം, ലാഭം മാറ്റി വെക്കണം, മുതൽ മാറ്റി വെക്കണം. ഇതുപോലെ പറഞ്ഞു തരുന്ന ബിസിനസ് ഇന്ന് എവിടെയാണുള്ളത് സുഹൃത്തുക്കളെ? ഇത്ര നാളാണ് നമ്മളെ രക്ഷിതാക്കളാക്കാണപ്പുറം നമ്മളെ താങ്ങി സന്തോഷത്തോട് നമ്മളെ പിന്നെ ഏത് സമയത്ത് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ എന്താക്കി അവര് പിന്നെ അവരേറ്റെടുത്തുകൊണ്ട് വലിയ സാറ് പറയാൻ പോലെ പ്രയാസങ്ങളൊക്കെ എന്തും പറയാനുള്ള ഒരു അവസരം അല്ല, ഒരു ബിസിനസ് ഇതിലുള്ളത് ഒരു നഷ്ടവും വരാത്തൊരു കച്ചവടം. മാത്രമല്ല നമ്മൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഇന്നൊരു 1,200 റുപ്യ അല്ല 2,000 റുപ്യ പെൻഷൻ കിട്ടാൻ വേണ്ടി ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി എത്ര വിലയാക്കിയത് പഞ്ചായത്തിന് കാര്യം അറിയണമെന്നറിയോ? പക്ഷെ ഇതിൽ നമ്മൾ 2-3 വർഷം ഏറ്റെടുത്ത് ശക്തമായി നമ്മൾ ലീഡർ എന്താണോ പറയുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇരുന്നിടത്തൊരു പാസീവ് ഇൻകം എന്നുള്ള സംഭവം വരെ വരാൻ സാധ്യല്ലേ? എന്തെല്ലാം അവസരം, എത്ര ബിസിനസ് നമുക്ക് പിന്നെ അവസരങ്ങൾ അതിൻ്റെ അകത്തുള്ളത്, ഒരു നഷ്ടവും ഇല്ലാതെ നമ്മളിത് ഏറ്റെടുത്ത് ചെയ്താൽ പിന്നെ പാസീവ് ഇൻകം, അതുപോലെ തന്നെ പിന്നെ ഒരു 4-5 വർഷം നമ്മൾ പിടിച്ച് നമുക്ക് എല്ലാ കടങ്ങളും സുഖം വിട്ടിക്കൊണ്ട് ഹാപ്പിയായി നമുക്കിപ്പോ എന്ത് വേണമെങ്കിലും ഇപ്പൊ നമ്മൾ ബാങ്കിൽ നോക്കാം. ഇത്ര ഇപ്പൊ ഫോൺ വെക്കുന്ന സംവിധാനമല്ലേ, ഗൂഗിൾ പേ അല്ലേ, ഇപ്പം കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം പൈസ ഇല്ലാതെ ഇപ്പൊ എവിടെ തിരിയണമെങ്കിൽ പൈസ വേണം. ഇതിലല്ലാതെ ഇതുപോലെ ചെറിയൊരു മുതൽ മുടക്കിട്ടിട്ട് ഇതുപോലെ ബിസിനസ് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനം വേറെ ഞാൻ ഇന്ന് എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ വീടും കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല എന്റെ ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്റെ കൂടെ കൂട്ടിയവർ ഇപ്പൊ എന്റെ കീഴിലെ DTC ഉണ്ട്, ZDC ഉണ്ട്, അതുപോലെ TCR ഉണ്ട്. എന്റെ ആഗ്രഹം വെച്ചാൽ അവരൊക്കെ ഇതുപോലെ തന്നെ STCയും പിന്നെ ഉയർന്ന റാങ്കിൽ എത്തിയിട്ട് അവരൊക്കെ വരുമാനങ്ങൾ മേടിക്കുമ്പോൾ അവരൊക്കെ സ്റ്റേജിന്റെ മുകളിൽ പറയും, ഇതാ ഞങ്ങൾക്ക് ഈ അവസരം കിട്ടിയത് ഇന്ന് ലത്തീഫ് സാർ തിരുവള്ളൂരിന്റെ കെയർ ഓഫ് മുപ്പറാണ് നമുക്ക് അവസരം എത്തിച്ചത് എന്ന് പറയുമ്പോൾ സ്റ്റേജിന്റെ മുകളിൽ നമുക്ക് ആ സന്തോഷത്തിന് ഞങ്ങൾ അറിയോ? ചെറിയ സന്തോഷമല്ല. പല ഭാഗങ്ങളിൽ നമ്മൾ ഇവിടുന്ന് മാത്രമല്ല, തൃശ്ശൂർ, മലപ്പുറത്തായാലും തിരൂരായാലും കണ്ണൂരായാലും എവിടെ ചെന്ന ഷെയർ കാര്യം പറയുമെന്ന് വെച്ചാൽ ഞങ്ങളെ അവസരം എത്തിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലത്തീഫ് തിരുവള്ളൂരാണ്. അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് നന്ദികൾ പറയുന്നു. ഇതുപോലെ നന്ദി പറയുന്ന ഒരു ബിസിനസ് മേഖല ഏതാണുള്ളത്? ഇന്നലെ സുരേഷ് സാർ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നന്ദി പറയുന്ന ഒരു ബിസിനസ് അവസരം വേറെ എവിടെയുണ്ട്? ഞാൻ പല ഭാഗങ്ങളിൽ ബിസിനസ് പല ഞാൻ പിന്നെ ഇവിടെ കർണാടകത്തിൽ കൃഷിക്ക് പോയിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ മരക്കച്ചവടത്തിൽ പോയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ആ ലീവിന് 3-4 മാസം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മരക്കച്ചവടം ചെയ്യാൻ പോയിട്ടുണ്ട്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഒരു ബിസിനസ് കച്ചവടം ബിസിനസ് ചെയ്യാന്നുള്ള നഷ്ടം ലാഭം കിട്ടിയെന്നുള്ളതല്ല. അല്ല, കർണാടകത്തിൽ പോയിട്ട് ഇഞ്ചി കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്, ചോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അപ്പൊ അതൊന്നും നഷ്ടങ്ങളല്ലാതെ പിന്നെ വരുമാനം വന്നായിട്ടില്ല. കാരണം അതൊക്കെ പിന്നെ എന്താ പറയാ ഒരു പിന്നെ ചിന്തിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാ അതിലൊക്കെ സംഭവിച്ച്. പക്ഷെ ആ പൈസ അത്രയൊന്നും വേണ്ട, ചെറിയൊരു മുതലാൾക്ക് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 2010 ഞാൻ പറയണ്ടേ, ഞാൻ ഈ പ്രൊഡക്റ്റ് എന്റെ അപ്ലൈ ലീഡർക്ക് കൊണ്ടുത്തരുമ്പോ ഞാൻ മേടിച്ച് കഴിക്കും. അപ്പം കഫനിൽ തന്നപ്പോ ഞാൻ പറഞ്ഞ് ഒരു ദിവസം കഴിച്ച ഓരോ ചുമ പറഞ്ഞില്ല, ഒന്ന് കുടിച്ചാൽ 3 കുടിക്കണം. അപ്പൊ ഞാൻ പറയും 3 കുടിച്ചാൽ 600 റുപ്യല്ലേ, 150 റുപ്യ കൊടുത്താൽ തിരുവൂർ കൊണ്ട് കാണിച്ചാൽ 5 മിനിറ്റോട് കുറയല്ലേ. അപ്പൊ അത് രണ്ടും 2 എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിട്ടു. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ ഇവനോട് പറയും, ഇനി പണി നിർത്തിക്കള, എനിക്ക് നല്ലൊരു മാർക്കും നല്ല ജോലിയും പിന്നെ നല്ല വരുമാനമുള്ള സംവിധാനമല്ലേ, എന്തിനാ ഇതും കുഞ്ഞു. അപ്പൊ ഞാൻ ഓരോ വരുന്ന ഇവനെ എനിക്ക് ഉപദേശിക്കലാണ് പണി, ഇനി ഇത് നിർത്ത്. അങ്ങനെ ഒരിക്കൽ 95 എനിക്ക് തന്നു. അപ്പം എന്റെ അനുജനാണ് എനിക്ക് തീർത്ത് MRP. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചു. 2ാമത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നും കൂടി മായി കഴിക്കുവാണെങ്കിൽ ഒരു 500 റുപ്യ കുറച്ച് കിട്ടുന്ന സംവിധാനം ഇതിന്റെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാക്കി ഞാൻ അത് വീണ്ടും വായി കഴിച്ചു. അങ്ങനെ ഗൾഫിനോട് നിർത്തി പറഞ്ഞ പണിക്ക് ഇനി ഇതുകൊണ്ടാണ് കാര്യമില്ല. ഞാൻ വെറുതെ എനിക്കിനെ പറ്റി അറിയില്ല, അങ്ങനെ ഒന്ന് അറിയില്ലെങ്കിലും അവൻ എന്നോട് പറയുന്നില്ല. അങ്ങനെ ഇതാക്കി ഗൾഫിൽ തിരിച്ചു വന്നപ്പോ അവൻ എന്താ ചിന്തിച്ചാൽ അവന്റെ ആ ജ്വല്ലർ മേഖല കംപ്ലീറ്റ് ആയി മാറ്റി ഫുൾ ടൈം ഇതിലായി. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതെന്താ ഞാൻ ഇത്തരത്തോനോ ജ്യേഷ്ഠ ഇത്തരത്തോടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഉൾക്കൊണ്ടില്ല?
എന്തുകൊണ്ട് ജ്വല്ലറി ഒഴിവാക്കി ഇത് ഏറ്റെടുത്ത്. അപ്പൊ ഞാൻ എന്താക്കി, പിന്നെ ഇങ്ങനെ എനക്കൊരു ചിന്ത വന്നു. അതാണ് ഇത് ഫുൾ ടൈം ഏറ്റെടുക്കാനും ഇതിൽ വരുമാനങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഫുൾ കോൺഫിഡൻറ്റ്. അതുപോലെ തന്നെ ഇതിലുള്ള വിശ്വാസം, പ്രൊഡക്റ്റിലെ വിശ്വാസം. എത്രത്തോളം നമുക്ക് വിശ്വാസം ഉണ്ടോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ കഴിയും. അതുപോലെ എന്താണോ അപ്ലൈൻ ലീഡർ പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ജയിക്കാൻ കഴിയും. കാരണം ഇതിൽ ഒരുപാട് എന്താ പറയാ, കല്ലും മുള്ളും എല്ലാം ഉള്ള റോഡായത്. അതൊക്കെ നമ്മൾ ഇവിടെ തട്ട് മാറിച്ച് നമ്മൾ അതിന് മുന്നോട്ട് കുറിച്ച് പോയിച്ചാൽ മതി. കാരണം ഒരു വെള്ളം താഴോട്ട് ഒഴുകുന്നെങ്കിൽ മേലോട്ട് നീന്തണമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു. കാരണം നമ്മൾ അത്രയും കോൺഫിഡൻറ്റ് മുന്നോട്ട് വന്നാൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന ഒരു മാർഗം. കാരണം ഇന്ന് ഒരു വഴി ഇന്നിപ്പം നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഷോപ്പുകളിൽ എല്ലാവരും വലിയ വലിയ ഷോപ്പുകളൊക്കെ തുറക്കുന്നുണ്ടെങ്കിലും 5 or 8 മാസം, ഞാനും പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 8 മാസം 7 മാസം അതുപോലെ നല്ല നല്ല കണ്ടീഷനെ മുന്നോട്ട് പോകും. അവിടെ തൊട്ടാണ് നമുക്ക് ടെൻഷൻ ഇങ്ങനെ കൂടി വരാം, ഇറക്കം വരും, ശമ്പളം കൊടുക്കണം, ലൈസൻസ് കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഈ ബിസിനസ്സിൽ അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്റെ റൂം നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ഭാഗത്ത് ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഒരു മേശപ്പുറത്ത് 10,000 രൂപേന്റെ പ്രൊഡക്റ്റ് കൂടെ കിടക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ ഇതുപോലെ ചെയ്യാൻ പറ്റും. കാരണം റൂം, എന്റെ ഓഫീസ് റൂം ഇതിന്റെ ഷോപ്പായിട്ടാണ് ഞാൻ നടത്തുന്നത്. എന്റെ റൂം ഷോപ്പാണ്, ഇതിന്റെ എന്താ പറയുക, ഒരു ഓഫീസായിട്ട്. ഇതിന്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ നമ്മളെ മീറ്റിംഗും എല്ലാം എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത്. കാരണം എന്റെ മക്കൾ ആദ്യം എന്നെ ഭയങ്കര ശക്തമായി എതിർത്തുന്നു. മക്കള് എന്റെ മക്കൾ രണ്ടാൾ ഗൾഫിലാണ്. 26, 22 വയസ്സാണേ ഉള്ളൂ. അപ്പോ ഞാൻ പറയാണ്, രണ്ടാമത്തെ ആദ്യം പറഞ്ഞ മകനെന്താക്കി ഞാൻ ഗൾഫിലേക്ക് അയച്ചു വിട്ടു. അപ്പൊ ആദ്യത്തെ മകൻ എന്റെ ശക്തമായി എതിർത്തു. ഇപ്പൊ ഇത് ചെയ്യാൻ പാടില്ല, ചെയ്യരുതെന്നോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഇത് ഒരുപാട് പഠിച്ചിട്ടാണ്, ഒരുപാട് പണ്ഡിതന്മാർക്ക് നമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇപ്പൊ അവന് ചോദിക്കാറെന്താ അറിയോ, ഇപ്പൊ എങ്ങനെ കിട്ടുന്നുണ്ടോ, ഇപ്പൊ ഇവിടെ എത്തി എന്നുള്ള ചോദ്യമാണ്. ഉമ്മാനോട് പറയാം പൈസ ആക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉപ്പാക്ക് ബിസിനസ് കൂട്ടി കിട്ടുന്നില്ലേ എന്നുള്ള, അതുകൊണ്ട് പൈസ ആക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നും പൈസ വേണ്ട, എനിക്ക് ഇതിൽ കൂടെ പൈസ ഉണ്ട്, പക്ഷെ എന്റെ കാര്യം എനിക്ക് വിഷയമല്ല. ഞാൻ ഇതിൽ കൂടി 4-5 കൊല്ലം, ഇപ്പൊ 2-3 വർഷം ആയിട്ടുണ്ടാവും, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളെ പൈസ വേണ്ട, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും എന്നുള്ള കോൺഫിഡൻസ് പറയാനുള്ള അവസരം ഉണ്ടായിട്ട് മക്കളോട് ഒരു ഭാഷയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം എന്റെ അതുപോലെ തന്നെ ഫാമിലിയിൽ ഒരു ഭാഗം ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ എന്റെ വൈഫ് ശക്തമായ എന്റെ കൂടെ ഉണ്ട്. എന്നോട് പറയും ഇതിൽ കൂടി വളർന്ന് വലുതായി കാണിച്ചു കൊടുക്കണം, അതല്ലാതെ ഇത് മാറ്റി നിർത്തി കിടന്നുറങ്ങലല്ല നമുക്കുള്ള ബുദ്ധി. ഇതിൽ കൂടി നമുക്ക് നഷ്ടങ്ങളും കോടികളും ഇതിൽ കൂടി ഉണ്ടാക്കാമെന്ന് നമ്മൾ ലീഡേഴ്സ് നമുക്ക് പല പ്രാവശ്യം നമുക്ക് പറഞ്ഞതുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് അവര് ചെയ്ത പോലെ, കാരണം മോണി മില്ലൊക്കെ എന്റെ വൈഫൊക്കെ കാണാറുണ്ട്, അതുപോലെ എല്ലാ ആൾക്കാരെയും. അപ്പോ ലീഡേഴ്സിന്റെ ഒക്കെ സംസാരമൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അവര് പറയും ഇവരൊക്കെ ജയിച്ച ലീഡേഴ്സാണ്, ആ പാത നിങ്ങൾക്ക് പോകാൻ കഴിയും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന നഷ്ടങ്ങൾ മുഴുവനും 1, 2, 4, 5 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഇന്ന് ലോകത്ത് ഇത് മാത്രമേ നമ്മളെ സംബന്ധിച്ചുള്ളൂ എന്നുള്ളൊരു കോൺഫിഡന്റ്, വിശ്വാസം എനിക്ക് എന്റെ വൈഫിനുള്ളത് കൊണ്ട് ഇപ്പൊ ശക്തമായി പോവാ. എവിടെ പോണെങ്കിലും എന്റെ വൈഫിന്റെ കൂടെ ഉണ്ടാവും. കാരണം ഞാൻ വൈഫിനെ കൂട്ടി പോവാ. ഞാൻ വൈഫിനെ കൂട്ടി പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല, ഞാൻ പറയുന്നതിന് മുമ്പ് വൈഫ് വീട്ടിൻ്റെ ഉള്ളിൽക്കാർക്ക് പറയാ അത് കഴിച്ചോ, അത് നല്ലതാണ്, ഇത് നല്ലതാണ്. എനിക്ക് തന്നെ അത്ഭുത, എന്റെ വൈഫാണോ ഈ പറയുന്നത് എനിക്കൊരു ഡൗട്ട്. എന്താ ഇത്ര പോലും പറയാൻ കഴിവ് എന്റെ വൈഫിന് എത്താൻ കാരണം എന്താ അറിയോ, നമ്മൾ ഇതുപോലെ മോർണിംഗ് വീറ്റുകളിൽ ഉമർസാനും ദഹ്റാൻ ഉസ്താനും മറ്റുള്ള ലീഡേഴ്സിന്റെ ഒക്കെ കാസും ഇതൊക്കെ കേട്ടിട്ടാ എനിക്ക് രാവിലെ, ഞാൻ പറയാം രാവിലെ എന്ന് വെച്ചാൽ ഇപ്പം ചൊവ്വാഴ്ച ചോദിക്കുന്നോട് നിങ്ങൾ കോഴിക്കോട് പോകുന്നില്ലേ, ഞായറാഴ്ച കണ്ണൂർ പോകുന്നില്ലേ, ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പ് വെക്കാറുണ്ട്. ആ സമയത്ത് രാവിലെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബോക്സിൽ വെച്ച് മാറ്റി വെക്കും. ഒരു ബോക്സ് അങ്ങോട്ട് വേറെ ഉണ്ടാവും. അപ്പൊ ഞാൻ അത് നിങ്ങൾ നിൽക്കുന്ന ക്ലാസ് അല്ലേ, അപ്പൊ എനിക്ക് വേണ്ടി വരെ ഫുഡ് മാറ്റി വെച്ചിട്ട് ഡ്രസ്സ് റെഡി ആക്കി ഇട്ടിട്ട് എന്താക്കുന്നത് പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മള് ഫാമിലിയായി ചെയ്യാൻ പറ്റിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം നമ്മൾ ആദ്യം വിശ്വാസം കൊടുക്കേണ്ടത് നമ്മൾ ഫാമിലിക്കാണ്, നമ്മളെ മക്കൾക്കും നമ്മൾ ഭാര്യക്കൊന്നും കൊടുക്കേണ്ട. അവർക്ക് വിശ്വാസം വരും, നമ്മൾ ആരെയും പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെന്താണ് അപ്പം അത് നമ്മൾ വീട്ടിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എന്ത് പ്രയാസങ്ങൾ വന്നാലും അതൊന്നും ഒരു വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറയും എന്റെ വൈഫിന്റെ ഫാമിലിയിൽ തന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചു ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അവള് പറയും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ശക്തമായി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ വന്ന നഷ്ടങ്ങളും കോഡും ഒക്കെ തിരിച്ചെടുക്കാനും അവർക്ക് കാട്ടിക്കൊടുക്കാനുള്ള സംവിധാനം ഇതിലല്ലാണ്ട് വേറെ ഇന്ന് ലോകത്ത് വേറെ ഇല്ല എന്നുള്ള വിശ്വാസം എന്റെ വൈഫിനുണ്ട്, എനക്കും ഉണ്ട്. അങ്ങനെ ശക്തമായി മുന്നോട്ട് പോവാ.
കാരണം ഇപ്പം ഞാൻ പറയില്ല, പല ഭാഗങ്ങളിലായിട്ട് ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ ഞാൻ അവിടെ എത്തിയാൽ ഞാൻ എന്താക്കും, വൈഫിനെ കൊണ്ടൊന്ന് വിളിപ്പിക്കും, അവരെ ഭാര്യമാരെ വിളിപ്പിക്കും. എന്താ, ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് എന്റെ വൈഫ് ഒരാളുടെ ഭാര്യയോട് പറയാൻ എനിക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി പുറത്ത് എനിക്ക് പുറത്തേ അലോട്ടുള്ളൂ. അവൾ സംസാരിച്ച് തിരിച്ചു വന്നാലും ഞാൻ ആ നമ്പർ മേടിച്ച് ഇവിടെ വന്നിട്ട് എന്റെ വൈഫിനെ കൊണ്ട് അവരെ വൈഫിനെ വിളിപ്പിക്കും. എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാൻ പറയും വൈഫോട്. വൈഫ് പറയും. അത്രക്കും ഞാൻ എന്താക്കി പിന്നെ എന്റെ വൈഫിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർ തന്റെ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെക്കാളും മനസ്സിലാക്കിയുള്ള വേണം. ബിലീഫ് കൂടുതൽ വൈഫിനാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം നമ്മൾ ഈ ബിസിനസ്സാണ്. ഇതല്ലാതെ വേറെ ബിസിനസ് ലോകത്തില്ല എന്നുള്ള വിശ്വാസനൊക്കെ ഉണ്ട്. അവരിന്ന് എനിക്ക് ആഗ്രഹങ്ങളാ. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. വണ്ടിയുണ്ട്, കാര്യമുണ്ട്, പിന്നെ എല്ലാ കാര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് 2026 ആകുമ്പോഴേക്കും അപ്പൊ പിന്നെ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഇപ്പം STC ആവണം, കുറഞ്ഞ ബാക്കില്ല. STC ആവണം. STC ആയി കഴിഞ്ഞ ശേഷം എനിക്ക് നല്ലൊരു വണ്ടി, എനിക്ക് വണ്ടിയുണ്ട്. പക്ഷെ അത് പോരാ. അതല്ല, എനിക്ക് എന്റേതായിട്ടൊരു വണ്ടിയുണ്ട്. കാരണം അതിപ്പോ ഞാനിപ്പം ഗൾഫൊക്കെ ജോലിയിട്ട് മക്കളെ പൈസ എടുത്ത വണ്ടിയാ. അതല്ല, ഞാൻ ഈ ബിസിനസ് കൂടി വരുമാനം ഉണ്ടാക്കി ഇതിൽ കൂടി വണ്ടി മേടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സന്തോഷം പറയുന്നതാണ്. ഞാൻ ഫോൺ മേടിച്ചിട്ടുണ്ട്, പല സൈക്കിൾ മേടിച്ചിട്ടുണ്ട്, ഒക്കെ ഈ ബിസിനസ് കൂടുതൽ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു അച്ചീവ്മെന്റ് കാണുന്നില്ല. അത് ചെറിയ അച്ചീവ്മെന്റ് ആണ്. ഞാൻ അടുത്ത കാണാൻ പോകുന്ന STC ആകുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണം, നല്ലൊരു വണ്ടി, അതുപോലെ തന്നെ പിന്നെ ഒരു വീട്. ഇതെല്ലാം എന്റെ ചെറിയൊരു വീട് എന്റെ ആഗ്രഹങ്ങളാണ്. അതുപോലെ എന്റെ ആഗ്രഹം മാത്രമല്ല, എന്റെ കൂടെ വന്നവർക്കും ഇതുപോലെ തന്നെ വണ്ടികളും വീടുകളും അതുപോലെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഭയങ്കര ആഗ്രഹം. ഞാൻ എപ്പോഴും പറയാണ്ട്, എന്റെ വിഷയമല്ല. ഏതൊരു ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് കിട്ടി, എനക്കെന്ത് കിട്ടി എന്ന് ആഗ്രഹിക്കുന്നവനല്ല ലീഡർ. എന്റെ കൂടെ വന്നവർക്ക് എന്ത് കിട്ടി എന്ന് ചിന്തിക്കുന്നവനും ആഗ്രഹിക്കുന്നവനാ ലീഡർ. ആ രൂപത്തിലേക്ക് നമ്മൾ മാറണം. എന്റെ ചിന്ത, എന്റെ ആഗ്രഹം അതാണ്. എന്റെ കൂടെ വന്നൊരു പ്രയാസപ്പെടുന്ന എല്ലാവരും ഉണ്ട്. അവരെ ഒക്കെ എന്ത് ചെയ്യണം, ഇതുപോലെ നല്ലതായ വരുമാനങ്ങളുമായിക്കൊണ്ട് നല്ല നേട്ടങ്ങൾ നേടിക്കൊണ്ട് വളരെ എന്താ പറയാ, അവരെ ഫാമിലിയിൽ അവരറിയപ്പെടുന്ന ഇപ്പം കാലം അങ്ങോട്ട് ആൾക്കാരുണ്ടാവും. കാരണം ഇവർക്ക് വരുമാനക്കാരൊന്നും ഇല്ലല്ലോ, ഒന്നും തറപ്പം നടക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കാരിൽ കൂടി കാരണം വളർന്ന് വന്നിട്ട് പന്തലിച്ചിട്ട് അവരെ ഫാമിലിയിൽ ഒരു അച്ചീവ്മെന്റ് നേടിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ സന്തോഷം ഭയങ്കര. അപ്പൊ അത് ഉണ്ടാക്കുക എന്നുള്ള. അതുപോലെ തന്നെ നമ്മളെ ഞാൻ പറയില്ല, പിന്നെ അപ്ലൈൻ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട്. അതുപോലെ പിന്നെ കുറ്റിയാടി, അതുപോലെ സുരേഷ് പനസാൻ, ശ്രീധരൻ, ഒരുപാട് അമ്മ തിരുവള്ളി ഒക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ലീഡേഴ്സ്. കാരണം അവർക്ക് പിന്നെ അതേ സമയം നമ്മളെ ഫോളോ അപ്പ് ചെയ്യും, നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടിരുന്നവരാ. അവർക്കെല്ലാം ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് നന്ദി പറയാനേ കഴിയുള്ളൂ. വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പം എന്റെ അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ വന്നത് ഞാൻ പറഞ്ഞു, അതുപോലെ പിന്നെ എന്റെ പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു, പിന്നെ അതുപോലെ പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാവർക്കും. കാരണം സമയം ഇത്ര അവസരം ഉപയോഗിക്കുന്നുള്ള കാര്യം വീണ്ടും കാണാം.